ആമസോൺ മഴക്കാടുകൾ ആയിരക്കണക്കിന് മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണിത്. അവയിൽ ചിലത് വളരെ മാരകമാണ്. ഇപ്പോൾ നമുക്ക് ആമസോൺ കാട്ടിലെ ഏറ്റവും അപകടകാരികളായ 10 മൃഗങ്ങളെ നോക്കാം. വലിപ്പം തീരെ കുറഞ്ഞ ഈ ഉറുമ്പുകൾ വളരെ അപകടകാരികളാണ്. ചെറുതായിരിക്കാം, പക്ഷേ അതിന്റെ കുത്തേറ്റ ആളുകൾ പറയുന്നത് വെടിയേറ്റതുപോലെ തോന്നും എന്നാണ്. ഇതിന് 24 മണിക്കൂർ നീണ്ടുനിൽക്കും. ഈ മത്സ്യം ആമസോണിലെ നദികളിലാണ് ജീവിക്കുന്നത്. 600 വോട്ട് വരെ ഷോക്ക് നൽകാൻ ഇതിന് കഴിയും. ഒരാളെ ബോധരഹിതനാക്കാൻ അത് മതിയാകും. ഈ ഭീമൻ ഉരകം ഒരു മുതലയെപ്പോലെ കാണപ്പെടുന്നു, കൂടാതെ അതുപോലെ പെരുമാറുകയും ചെയ്യുന്നു. ഇതിന് 20 അടിയിൽ കൂടുതൽ നീളത്തിൽ വളരാനും അതിശക്തമായ കടിക്കാനും കഴിയും. ഇത് നിശബ്ദമായി വെള്ളത്തിൽ കാത്തിരിക്കുകയും പിന്നീട് വേഗത്തിൽ ആക്രമിക്കുകയും ചെയ്യുന്നു. മത്സ്യം, പക്ഷികൾ, സസ്തനികൾ, മനുഷ്യർ പോലും നിർഭാഗ്യവശാൽ ഇരയാകാം. അവയ്ക്ക് മൂർച്ചയുള്ള പല്ലുകൾ ഉണ്ട്, കൂട്ടമായി ആക്രമിക്കും. സാധാരണയായി അവ ചത്തതോ ദുർബലമായതോ ആയ മൃഗങ്ങളെ പിന്തുടരും, പക്ഷേ അപൂർവ സന്ദർഭങ്ങളിൽ അവ മനുഷ്യരെയും കടിച്ചിട്ടുണ്ട്. നദിയിൽ വെള്ളം കുറവാണെങ്കിൽ, ഭക്ഷണം കുറവാണെങ്കിൽ അവ ആക്രമണകാരികളാകും. ഈ തവളകൾ ചെറുതും തിളക്കമുള്ള നിറമുള്ളതുമാണ്. അവയുടെ ചർമ്മം വിഷത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. അവയെ സ്പർശിക്കുന്നത് മാരകമായേക്കാം. ചിലത് വളരെ വിഷമുള്ളവയാണ്. അവയ്ക്ക് 10 മനുഷ്യരെ കൊല്ലാൻ കഴിയും. ഈ ചിലന്തി വലകൾ കെട്ടാറില്ല. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ചിലന്തികളിൽ ഒന്നാണിത്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ിൽ ഒരു കടി കൊണ്ട് തന്നെക്കാൾ വളരെ വലിയ മൃഗങ്ങളെ വീഴ്ത്താൻ ഇതിന് കഴിയും. മനുഷ്യർ അതിന്റെ സാധാരണ ലക്ഷ്യമല്ല, പക്ഷേ ഭീഷണി നേരിടുകയാണെങ്കിൽ അത് ആക്രമിക്കും. ഈ ഇഴജന്തു ഏകദേശം 1 അടി നീളമുള്ളതാണ്. അത് ഒരു യഥാർത്ഥ വേട്ടക്കാരനാണ്. തവളകളെയും പല്ലികളെയും പക്ഷികളെയും പോലും ഇതിന് ഭക്ഷിക്കാൻ കഴിയും. ഇതിന്റെ കടി വിഷമുള്ളതും മനുഷ്യർക്ക് വളരെ വേദനാജനകവുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് വിഷം ഉപയോഗിക്കുന്നില്ല. പച്ച അനക്കോണ്ട അതിന്റെ ഇരയെ ചുറ്റിപ്പിടിച്ച് ശ്വാസം നിലയ്ക്കുന്നതുവരെ ഞെരുക്കുന്നു. മാൻ, കൈമാൻ, ജാഗ്വാർ എന്നിവയെ പോലും വീഴ്ത്താൻ ഇതിന് ശക്തിയുണ്ട്. ആമസോണിലെ ഏറ്റവും അപകടകാരിയായ മൃഗം ചെറുതാണ്. അതാണ് കൊതുക്. മലേറിയ, ഡെങ്കി, സിക്ക തുടങ്ങിയ മാരകമായ രോഗങ്ങൾ ഇത് പരത്തുന്നു. കാട്ടിലെ മറ്റേതൊരു ജീവിയേക്കാളും കൂടുതൽ ആളുകൾ കൊതുക് കടിയേറ്റ് മരിക്കുന്നു.